സ്വാഗതം. പ്രധാന വാർത്തകൾ. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശം. പാർലമെന്റിൽ പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം. ചോദ്യപേപ്പർ ചോർച്ച. MS സൊല്യൂഷനെതിരെ കേസെടുത്ത ക്രൈംബ്രാഞ്ച്. തൊണ്ടിമുതലിൽ കൃത്രിമം. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി ആന്റണി രാജു. അമേരിക്കൻ വ്യോമാതിർത്തിക്ക് സമീപം റഷ്യൻ ബോംബറുകൾ. സാഹചര്യം അതീവ ഗുരുതരം. നിർണായക പ്രഖ്യാപനവുമായി റഷ്യ. യുദ്ധം ഒത്തുതീർപ്പാക്കുവാൻ ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറെടുത്ത പുടിൻ. വാർത്തകൾ വിശദമായി. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ഇന്നും പ്രതിഷേധം. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടും രാഹുൽ ഗാന്ധിക്കെതിരായ കേസിൽ പ്രതിഷേധിച്ചും ഇന്ത്യ സഖ്യം എംപിമാർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. ഭരണപക്ഷം പാർലമെന്റ് വളപ്പിലും പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടാണെന്ന് സമാജ്വാദി പാർട്ടി പ്രതികരിച്ചു. JPC അംഗങ്ങളെ നിശ്ചയിച്ച പ്രമേയം പാസാക്കി ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വിജയ് ചൌക്കിൽ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് നടന്നത്. പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവർക്കൊപ്പം NCP, ശിവസേന, ഉദ്ധവ് വിഭാഗം, DMK തുടങ്ങിയ ഘടകകക്ഷികളും അണിനിരന്നു. അയാം അംബേദ്കർ എന്നെഴുതിയ പ്ലക്കാർഡുകളുമായിട്ടാണ് ഇന്ത്യ മുന്നണി MPമാർ മാർച്ച് നടത്തിയത്. അമിത്ഷാ മാപ്പ് പറഞ്ഞേ മതിയാവൂ എന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യം വ്യക്തമാക്കുന്നതായിരുന്നു പ്രതിഷേധം. രാഹുൽ ഗാന്ധിക്കെതിരായ കേസിലും നേതാക്കൾ പ്രതിഷേധിച്ചു. 27 കേസുകൾ BJP അധികാരത്തിലെത്തിയ ശേഷം രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യത്തിലാണ് പുതിയ കേസെന്നും നേരിടുമെന്നും KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നിരോധിത മേഖലയിലൂടെയാണ് പ്രതിഷേധം കടന്നുപോയതെങ്കിലും സമാധാനപരമായതിനാൽ പോലീസ് തടഞ്ഞില്ല. പ്രതിഷേധങ്ങൾക്ക് വിലക്കുണ്ടെങ്കിലും ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകളുമായി നേതാക്കൾ പാർലമെന്റ് വളപ്പിനുള്ളിലേക്ക് കടന്നു. ഭരണപക്ഷം രാഹുൽ ഗാന്ധിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധി ഗുണ്ടായിസം കാട്ടിയതിനെ താൻ സാക്ഷിയാണെന്ന് നിഷികാന്ത് MP പറഞ്ഞു. അദാനി വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് സഭയ്ക്കുള്ളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. 39 അംഗ JPCയെ പ്രഖ്യാപിച്ച് അനിശ്ചിതകാലത്തേക്ക് ഇരുസഭകളും പിരിഞ്ഞു. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ MS സൊല്യൂഷൻസ് ചോർത്തിയെന്ന് കണ്ടെത്തൽ. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സ്ഥാപനത്തിനെതിരെ കേസെടുത്തു. തട്ടിപ്പ്, വിശ്വാസവഞ്ചന ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് FIR. MS സൊല്യൂഷൻസിനെതിരായ തെളിവുകൾ അധ്യാപകർ കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. മുൻ പരീക്ഷകളിലെ ചോദ്യക്കടലാസുകളും ചോർന്നെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ വിവിധ വിഷയങ്ങളുടെ അധ്യാപകർ തന്നെയാണ് നൽകിയത്. മുൻ പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ പ്രവചിക്കുകയായിരുന്നുവെന്ന MS സൊല്യൂഷൻസിന്റെ വാദത്തിനിടെയാണ് മുൻ പരീക്ഷകളിൽ ഒരിക്കലും വരാത്ത ചോദ്യങ്ങൾ പോലും ഷുഹൈബ് പ്രവചിച്ചവയിൽ പെടുന്നുവെന്ന് അധ്യാപകർ മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തത്. MS സൊല്യൂഷൻസ് ഉടമകളുടെ മൊഴി വൈകാതെ രേഖപ്പെടുത്തും. സ്ഥാപനത്തിലെ അധ്യാപകരും ജീവനക്കാരും അന്വേഷണ പരിധിയിൽ വരും. വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്നറിയാൻ വിശദ അന്വേഷണവും നടത്തും. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും നേരത്തെ പരാതി നൽകിയ അധ്യാപകരുടെയും മൊഴിയെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മറ്റ് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളെയും അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നതായാണ് വിവരം. 10ാം ക്ലാസ് രസതന്ത്ര പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായിരുന്നു പരാതി. ആകെ 40 മാർക്കിന്റെ ചോദ്യങ്ങളിൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളും MS സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ വന്നതായി പരാതിയുണ്ടായിരുന്നു. ചോദ്യപേപ്പറിലെതിനെ സാമ്യമുള്ള ചോദ്യങ്ങളാണ് യൂട്യൂബ് ചാനലിൽ വന്നത്. ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാൻ പണം ആവശ്യപ്പെട്ടതായും KSU ആരോപിച്ചിരുന്നു. ആരോപണം ഉയർന്നതിന് പിന്നാലെ MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ താൽക്കാലികമായ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. പുതുമയാർന്ന ആശയവുമായി കാഞ്ഞിരപ്പള്ളി AKJM സ്കൂളിൽ ക്രിസ്തുമസ് പുൽക്കൂടൊരുങ്ങി. ഫാദർ വിൽസൺ പുതുശ്ശേരി SJയുടെ നേതൃത്വത്തിൽ സ്റ്റാമ്പുകൾ ഉപയോഗിച്ചാണ് പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി പോസ്റ്റൽ ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് മാത്യു ജേക്കബാണ് ഈ പുൽക്കൂടിന്റെ പ്രദർശന ഉദ്ഘാടനം നിർവഹിച്ചത്. സ്വിറ്റ്സർലൻഡിലെ ബേൺ ആസ്ഥാനമായുള്ള യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ 150ാം വർഷം ആഘോഷിക്കുന്ന ഈ വർഷം ക്രിസ്തുമസ് പുൽക്കൂടൊരുക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നതിൽ ഭൂരിഭാഗം സ്റ്റാമ്പുകളും സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ളവയാണ്. കഴിഞ്ഞ വർഷം AKJM സ്കൂളിന്റെ നേതൃത്വത്തിൽ ഉപയോഗശൂന്യമായ പേനകൾ ഉപയോഗിച്ചായിരുന്നു പുൽക്കൂടൊരുക്കിയത്. ഫിലാറ്റലി സൊസൈറ്റി കോട്ടയം പ്രസിഡന്റ് ജോസഫ് കയ്യാലക്കൽ, സ്കൂൾ മാനേജർ ഫാദർ സ്റ്റീഫൻ ചുണ്ടംതടം SJ, പ്രിൻസിപ്പാൾ ഫാദർ അഗസ്റ്റിൻ പീടികമല SJ എന്നിവർ ക്രിസ്തുമസ് സന്ദേശം നൽകി. വാദ്യമേളങ്ങളുടെയും ഗാനങ്ങളുടെയും അകമ്പടിയോടെ എത്തിയ നിരവധി ക്രിസ്തുമസ് പാപ്പമാരോടൊപ്പം കുട്ടികൾ ക്രിസ്തുമസിനെ വരവേറ്റു. തുടർന്ന് LP, UP, HS, HSS എന്നീ വിഭാഗങ്ങളുടെ കരോൾഗാന മത്സരവും അരങ്ങേറി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 50 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചെന്നും കോടതിയെ അറിയിച്ചു.
ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാർ സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരായ പരാതികളും സ്വീകരിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കവെയാണ് സർക്കാർ കേസിന്റെ വിശദാംശങ്ങൾ കോടതിയെ ധരിപ്പിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ 50 കേസുകൾ എടുത്തു. 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതിന്റെ പേരിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ സ്വകാര്യമായ വിവരങ്ങൾ ചോർന്നതായി സംശയിക്കുകയോ ചെയ്താൽ പരാതി നൽകാൻ നോഡൽ ഓഫീസർമാരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. നോഡൽ ഓഫീസർമാരുടെ അധികാരപരിധി വർദ്ധിപ്പിച്ച കോടതി സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരായ പരാതിയും നോഡൽ ഓഫീസർമാർ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇങ്ങനെ ലഭിക്കുന്ന പരാതികൾ നോഡൽ ഓഫീസർമാർ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും കോടതി അറിയിച്ചു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരായ നിർമ്മാതാവിന്റെ ഹർജിയിൽ കക്ഷി ചേരാൻ നടി രഞ്ജിനി കോടതിയിൽ അപേക്ഷ നൽകി. റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് രഞ്ജിനിയുടെ അപേക്ഷ. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തടസ്സ ഹർജിയിൽ വാദം കേൾക്കാൻ വിവരാവകാശ കമ്മീഷൻ തീരുമാനിച്ചു. വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീമാണ് ഹർജി പരിഗണിക്കുക. ജനുവരി 8-ന് ഹർജി പരിഗണിക്കും. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം. 6 പാർട്ട് ടൈം സ്വീപ്പർമാരെ പിരിച്ചുവിടണമെന്ന് പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. അനധികൃതമായി വാങ്ങിയ പെൻഷൻ തുക 18% പലിശ സഹിതം തിരിച്ചടയ്ക്കുവാനും പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശം നൽകി. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ജീവനക്കാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം സംഭവത്തിൽ ഉന്നതരെ തൊടാതെയാണ് വകുപ്പുകളുടെ നീക്കം. ഇതുവരെ നടപടിയെടുത്തതും നടപടിക്ക് ശുപാർശയും താഴെത്തട്ടിലെ ജീവനക്കാർക്കെതിരെ മാത്രമാണ്. 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്ന ധനവകുപ്പിന്റെ കണ്ടെത്തൽ വലിയ അമ്പരപ്പുണ്ടാക്കിയിരുന്നു. ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരടക്കമായിരുന്നു പട്ടികയിലുണ്ടായിരുന്നത്. ഇവരുടെ പേരുവിവരങ്ങൾ ധനവകുപ്പ് ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല. അതാത് വകുപ്പുകളോട് നടപടിക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. ആദ്യ നടപടിയായാണ് മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാരുടെ സസ്പെൻഷൻ. വടകരയിലെ മണ്ണ് സംരക്ഷണ ഓഫീസിലെ വർക്ക് സൂപ്രണ്ട് നസി, കാസർഗോഡ് ഓഫീസിലെ അറ്റൻഡന്റ് സാജിദ KA, പത്തനംതിട്ട ഓഫീസിലെ പാർട്ട് ടൈം ഓഫീസർ ഷീജ കുമാരി G, മീനങ്ങാടി ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പർമാരായ ഭാർഗവി P, ലീല K, തിരുവനന്തപുരം സെൻട്രൽ സോയിൽ അനലറ്റിക്കൽ ലാബിലെ പാർട്ട് ടൈം സ്വീപ്പർ രജനി K എന്നിവരെയാണ് ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. ഇവരിൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചടയ്ക്കാനും ഉത്തരവുണ്ട്. കൃഷിമന്ത്രിയുടെ നിർദ്ദേശത്തിലാണ് നടപടി. സർവീസിലിരിക്കെ പെൻഷൻ കൈപ്പറ്റിയവർ ഏറ്റവും കൂടുതലുള്ളതും ഉന്നത ഉദ്യോഗസ്ഥരുള്ളതും പൊതുവിദ്യാഭ്യാസ വകുപ്പിലും കോളേജ് എഡ്യൂക്കേഷൻ വകുപ്പിലും ആരോഗ്യ വകുപ്പിലുമാണ്. ഇവർക്കെതിരെയും നടപടി വരുമോ എന്നതാണ് അറിയേണ്ടത്. അതേസമയം അച്ചടക്ക നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് സർവീസ് സംഘടനകൾ. ജീവനക്കാരെ ആകെ അടച്ചാക്ഷേപിക്കാതെ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു സംഘടനകളുടെ ആവശ്യം. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കേസിന്റെ വിചാരണ അടിയന്തരമായി നടത്തുവാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ആന്റണി രാജു നേരിട്ട് കോടതിയിലെത്തിയത്. 1-ാം പ്രതി ജോസും കോടതിയിൽ എത്തിയിരുന്നു. കേസ് MP MLA കോടതിയുടെ പരിധിയിൽ വരുന്നതാണെന്ന് ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. പെറ്റീഷൻ നൽകാൻ കോടതി നിർദ്ദേശിച്ചു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശമുണ്ടെന്ന് കോടതി പരാമർശിച്ചു. ലഹരിക്കേസിൽ അറസ്റ്റിലായ വിദേശ പൗരനെ രക്ഷിക്കാൻ കോടതിയിലിരുന്ന തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്നാണ് കേസ്. കഴിഞ്ഞ 18 വർഷമായി കേസ് നിശ്ചലാവസ്ഥയിലായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂസ് സെൽവദോർ സെർവലിയാണ് അടിവസ്ത്രത്തിൽ ഹാഷിഷ് ഒളിപ്പിച്ച് കടത്തുന്നതിനിടെ പിടിയിലായത്. 1990 ഏപ്രിൽ 4-നായിരുന്നു സംഭവം. പൂന്തുറ CI ആയിരുന്ന ജയമോഹനാണ് കേസ് അന്വേഷിച്ച തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ലഹരിമരുന്നും അടിവസ്ത്രവുമായിരുന്നു പ്രധാന തൊണ്ടിമുതലുകൾ. ഇതുകൂടാതെ വിദേശിയിൽ നിന്നും പിടിച്ച വസ്ത്രങ്ങളും ടേപ്പ് റെക്കോർഡറുമെല്ലാം കോടതിയിൽ നൽകി. തിരുവനന്തപുരം സെഷൻസ് കോടതി വിദേശ പൗരനെ ശിക്ഷിച്ചു. പക്ഷേ ഹൈക്കോടതി അപ്പീലിൽ ഓസ്ട്രേലിയൻ പൗരനെ വെറുതെ വിട്ടു. ലഹരി ഒളിപ്പിച്ച അടിവസ്ത്രം പ്രതിയുടേതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വെറുതെ വിട്ടത്. ജയിൽ മോചിതനായ ആൻഡ്രൂസ് വിദേശത്തേക്ക് പോയി. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകയുടെ ജൂനിയറായിരുന്ന ആന്റണി രാജുവാണ് കേസ് നടത്തിയത്. പ്രതിക്കൂട്ടിലായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്നത്തെ DGP രാജ്ഗോപാൽ നാരായണനെ പരാതി നൽകി.
ഹൈക്കോടതി വിജിലൻസിന്റെ അന്വേഷണത്തിൽ അട്ടിമറി സംശയിച്ചു. ഹൈക്കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോടതി ശിരസ്താർ നൽകിയ പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. പിന്നെയും അട്ടിമറി. തെളിവില്ലെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചു. അന്ന് MLA ആയിരുന്നു ആന്റണി രാജു. ദക്ഷിണ മേഖല IG-യായ സെൻകുമാർ ചുമതലയേറ്റപ്പോൾ കേസ് വീണ്ടും അന്വേഷിച്ചു. നിർണായകമായത് ഫോറൻസിക് റിപ്പോർട്ടാണ്. അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി മറ്റൊരു നിറത്തിലുള്ള നൂൽ കൊണ്ട് തുന്നിച്ചേർത്തതാണെന്ന് റിപ്പോർട്ട് വന്നു. വിദേശത്ത് തിരിച്ചുപോയ ആൻഡ്രൂസിനെ കൊലക്കേസിൽ മെൽബൺ പോലീസ് പിടികൂടി. തിരുവനന്തപുരത്ത് കൈക്കൂലി നൽകി അട്ടിമറി നടത്തിയത് കൂട്ടപ്രതിയോട് ആൻഡ്രൂസ് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം ഇന്റർപോൾ വഴി കേരള പോലീസിനെയും അറിയിച്ചു. തെളിവുകളെല്ലാം പുറത്തു വന്നതോടെ ആന്റണി രാജുവിനെയും തൊണ്ടി ക്ലർക്കായ ജോസിനെയും പ്രതിയാക്കി പോലീസ് 2006-ൽ കുറ്റപത്രം സമർപ്പിച്ചു. യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കുവാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുദ്ധം അവസാനിപ്പിക്കുവാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പുടിൻ അറിയിച്ചു. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യം പ്രാഥമിക ലക്ഷ്യം കൈവരിച്ചെന്ന വിലയിരുത്തലടക്കം നടത്തിയിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യക്കാരുമായുള്ള വാർഷിക ചോദ്യോത്തരവേളയിൽ സ്റ്റേറ്റ് ടിവിയിൽ ഉയർന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിക്കിടെയാണ് പുടിൻ നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് മടങ്ങിയെത്തുന്നതിലെ സന്തോഷവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രകടമാക്കി. 4 വർഷത്തോളമായി ട്രംപുമായി സംസാരിച്ചിട്ടെന്ന് പറഞ്ഞ പുടിൻ ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതോടെ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കൂട്ടിച്ചേർത്തു. യുക്രൈൻ യുദ്ധത്തിലടക്കം ട്രംപുമായി ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാണെന്നും പുടിൻ വിവരിച്ചു. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ 1 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രചരണ സമയത്ത് ട്രംപ് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ട്രംപ് പുടിനുമായി ഫോണിൽ സംസാരിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. എന്നാൽ ട്രംപുമായി 4 വർഷത്തോളമായി സംസാരിച്ചിട്ടെന്ന പുടിന്റെ വെളിപ്പെടുത്തൽ ഇത് തള്ളിക്കളയുന്നതാണ്. എന്തായാലും യുദ്ധത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന പുടിന്റെ പ്രഖ്യാപനം ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ട്രംപുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് യുദ്ധം അവസാനിക്കുന്നതെങ്കിൽ അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ വലിയ നേട്ടമാവുകയും ചെയ്യും. ഏറെ നാളായി ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാർത്തയാണ് യുദ്ധം അവസാനിക്കുന്നുവെന്നത്. റഷ്യയും യുക്രൈനും ഇത്രയും കാലം വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലായിരുന്നു. ആക്രമണവും പ്രത്യാക്രമണവുമായി ഇരുപക്ഷവും ഉറച്ചുനിന്നപ്പോൾ ചോരക്കളത്തിനാണ് ലോകം പലപ്പോഴും സാക്ഷ്യം വഹിച്ചത്. യുദ്ധത്തിന് പരിഹാരമാകാനുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിന്റെയും ഭാര്യയുടെയും മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം മനുഷ്യപ്പിഴവ് മൂലമെന്ന് റിപ്പോർട്ട്. ചൊവ്വാഴ്ച ലോക്സഭയിൽ സമർപ്പിച്ച പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. എയർക്രൂവിന് സംഭവിച്ച പിഴവാണ് അപകട കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2021 ഡിസംബർ 8-ന് തമിഴ്നാട്ടിലെ കൂനൂരിലെ മലമുകളിലാണ് ബിപിൻ റാവത്തും ഭാര്യ മധുലിക റാവത്തും യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീണത്. 11 പേരാണ് അപകടത്തിൽ മരിച്ചത്. തമിഴ്നാട്ടിലെ കൂനൂരിന് സമീപം സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണുണ്ടായ അപകടത്തിൽ മേജർ ബിപിൻ റാവത്തും ഭാര്യ മധുലിക റാവത്തും മറ്റ് നിരവധി സായുധ സേനാംഗങ്ങളും മരിച്ചിരുന്നു. ചൊവ്വാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഡിഫൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 13ാം പ്രതിരോധ പദ്ധതി കാലയളവിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനാപകടങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. 2021-22 9 വിമാനാപകടങ്ങളാണ് ഉണ്ടായത്. 2018-19 11 അപകടങ്ങളും ഉണ്ടായി. ഇതോടെ മൊത്തം അപകടങ്ങളുടെ എണ്ണം 34ആയി. റിപ്പോർട്ടിൽ 33ാമത്തെ അപകടമായാണ് ബിപിൻ റാവത്തിന്റെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപകടത്തിന്റെ ഡാറ്റയിൽ വിമാനത്തെ MI-17 എന്നും തീയതി 8/12/2021 എന്നുമാണ് പരാമർശിച്ചിരിക്കുന്നത്. അപകടത്തിന് കാരണം ഹ്യൂമൻ എറർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാവായിരുന്നു സംയുക്ത സേനാ മേധാവിയായ ബിപിൻ റാവത്ത്. വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവിയായി കേന്ദ്ര സർക്കാർ ബിപിൻ റാവത്തിനെ നിയമിച്ചത്. നിയമനത്തെ എതിർത്തും അനുകൂലിച്ചും നിരവധി വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. കരസേന മേധാവിയായി വിരമിക്കാനിരിക്കെ പ്രായപരിധി ഉൾപ്പെടെ ഭേദഗതി ചെയ്ത് സുപ്രധാന പദവിയിൽ ബിപിൻ റാവത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചതും വലിയ വിവാദമായിരുന്നു. 2015-ൽ നാഗാലാൻഡിൽ നടന്ന ഒറ്റ എഞ്ചിൻ ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായാണ് ബിപിൻ റാവത്ത് രക്ഷപ്പെട്ടത്. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ അമേരിക്കൻ വ്യോമാതിർത്തിക്ക് സമീപം റഷ്യൻ ബോംബറുകളെത്തി. നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. എന്നാൽ റഷ്യൻ ബോംബർ വിമാനങ്ങൾ അമേരിക്കയുടെയോ കാനഡയുടെയോ വ്യോമ മേഖലയിൽ പ്രവേശിച്ചിട്ടില്ലെന്നും
അലാസ്കൻ വ്യോമ പ്രതിരോധ ഐഡന്റിഫിക്കേഷൻ സോണിൽ റഷ്യൻ വിമാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡ് അറിയിച്ചു. റഷ്യൻ Tu-95MS ബോംബറുകൾ അമേരിക്കൻ വ്യോമാതിർത്തിക്ക് സമീപം പറക്കുന്നതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. Su-35 യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് ബോംബറുകൾ എത്തിയത്. ഈ സംഭവം അമേരിക്കൻ സൈന്യത്തിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. റഷ്യയുടെ സൈനിക ശക്തിയെ പ്രതിനിധീകരിക്കുന്ന Tu-95MS ബോംബറുകൾ അമേരിക്കയിലെ സുപ്രധാനമായ മേഖലകൾക്ക് സമീപമാണ് കാണപ്പെട്ടത്. ഇതോടെ അമേരിക്കൻ പ്രതിരോധ സേന ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ നിർബന്ധിതരായി. റഷ്യൻ വിമാനങ്ങളുടെ സാന്നിധ്യം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളായെന്നാണ് അടിവരയിടുന്നതെന്ന് പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കി. ദീർഘദൂര ലക്ഷ്യങ്ങളെ തകർക്കാനുള്ള കഴിവുകൾക്ക് പേരുകേട്ടവയാണ് റഷ്യൻ Tu-95MS ബോംബറുകൾ. ഇവയ്ക്ക് വളരെ ദൂരത്തേക്ക് മിസൈലുകൾ പായിക്കാൻ കഴിയും. റഷ്യയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിൽ US സൈന്യം ജാഗ്രത പുലർത്തുന്നുണ്ട്. നേരിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടായില്ലെങ്കിലും സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തുടരുകയാണ്. ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കകൾ ഉയർത്തിയ സമീപകാല സൈനിക സംഘർഷങ്ങളുടെ പട്ടികയിലേക്കാണ് ഈ സംഭവവും. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട SFIO അന്വേഷണത്തിലെ പുതിയ സംഭവ വികാസങ്ങളിൽ പ്രതികരിച്ച് മാത്യു കുഴൽനാടൻ MLA. മാസപ്പടി വിവാദത്തിൽ വീണ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനും പണം വാങ്ങിയതായി തെളിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. SFIOയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ആ രാഷ്ട്രീയ നേതാവ് താനല്ലെന്ന് പറയുവാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഇപ്പോഴുമുണ്ടോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. CMRL നൽകിയ കോടികൾ കൈപ്പറ്റിയ PV താനാണെന്ന് അംഗീകരിക്കുന്നതിന് തുല്യമാണ് മുഖ്യമന്ത്രിയുടെ മൗനം. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ പേരിലെ PV താനല്ലെന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. മറ്റാരുമല്ലെന്ന് പറഞ്ഞിട്ടില്ല. തന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞതും മുഖ്യമന്ത്രിയാണെന്നും കേരളത്തിൽ ഈ പേരുള്ള മറ്റൊരു പൊതുപ്രവർത്തകനുണ്ടോ എന്നും കുഴൽനാടൻ ചോദിച്ചു. അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ SFIOയ്ക്ക് അനുവദിച്ച സമയപരിധി 8 മാസമാണ്. എന്നാൽ ഇതുവരെ അന്വേഷണം പൂർത്തിയായില്ല. അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ട് 3 മാസമായി. KSIDCയും വീണ വിജയനും ഓരോ ഹൈക്കോടതിയെ സമീപിച്ചു. അവിടെ നിന്ന് തിരിച്ചടി കിട്ടിയപ്പോൾ CMRLനെ കൊണ്ട് 3ാമത്തെ ഹൈക്കോടതിയെ സമീപിച്ചു. 2 ഹൈക്കോടതികൾ തള്ളുകയും 3ാമത്തെ ഹൈക്കോടതി കേസിൽ ഇടപെടാൻ മടിക്കുകയും ചെയ്ത കേസിലാണ് 8 മാസമായിട്ടും അന്വേഷണ റിപ്പോർട്ട് SFIO നൽകാത്തത്. ആർക്കുവേണ്ടിയാണ് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നതെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. SFIO അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞത് അന്വേഷണം പൂർത്തിയായെന്നാണ്. എങ്കിൽ എന്തുകൊണ്ട് നടപടിയിലേക്ക് പോയില്ല? അന്വേഷണം അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകാൻ പുതിയ വാദം നിരത്തുകയാണ്. അതിന്റെ ഭാഗമായാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ചിലർക്കും CMRL പണം നൽകിയെന്ന് പറയുന്നത്. BJPക്ക് വേണ്ടി SFIO ഒരു പാർലമെന്റ് സീറ്റ് കേരളത്തിൽ നേടി. അതിൽ ഏറ്റവും നിർണായ പങ്ക് വഹിച്ച ADGP അജിത് കുമാറിനെ DGP റാങ്കിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം കയറ്റം നൽകിയെന്നും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയും കുടുംബവും നടത്തിയ അഴിമതി പൊതുസമൂഹത്തിൽ തെളിയിക്കുന്നതുവരെ ശക്തമായ പോരാട്ടം തുടരും. അതിനെ കരുത്തു നൽകുന്നതാണ് ഡൽഹി ഹൈക്കോടതിയിൽ വന്നതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.